നമസ്കാരം. ദുര്യോധനൻ പിറന്ന രാത്രി ഹസ്തിനപുരത്ത് കൊടുങ്കാറ്റുണ്ടായി. കഴുകനും കാലൻ കോഴികളും കരഞ്ഞു. കൊട്ടാരവളപ്പിലേക്ക് ഇറങ്ങി വന്ന കുറുനരികൾ ഓരിയിട്ടു. ഗ്രഹനില നോക്കിയവരെല്ലാം പറഞ്ഞു കുലം മുടിക്കാൻ പിറന്നവനെന്ന്. ചിലരുടെ ജാതക വിശേഷമാണിത്. ചില ദുർനിമിത്തങ്ങളും ബാധകളും ഒഴിഞ്ഞു പോകുമ്പോഴും മാരകവും ഭയാനകവുമായ ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട്. കറവപ്പശുക്കൾ കുടല് പൊട്ടിച്ചാവും. പച്ചമരങ്ങൾ നിന്ന് കത്തും. അരയാലിൻ്റെ തെക്കോട്ടുള്ള ശിഖരങ്ങൾ നിലം പതിക്കും. കമ്മ്യൂണിസത്തിൻ്റെ കുലം മുടിച്ച് ഒരാൾ ഇറങ്ങുന്നതിൻ്റെ ലക്ഷണങ്ങൾ ഇതാ കണ്ടു തുടങ്ങിയിരിക്കുന്നു. മാരക വിഷമുള്ള പാമ്പുകൾ കാടിറങ്ങി വരുന്നു. ഉറങ്ങിക്കിടക്കുന്ന പൈതങ്ങളെ ദംശിക്കുന്നു. മരുന്ന് ഫലിക്കാത്ത മുഴമുക്കൻ കുഴിമണ്ഡലി ആഞ്ഞുകൊത്തുന്നു. പശ്ചിമഘട്ടം വിട്ട ചട്ടിത്തലയൻ കുഴിമണ്ഡലി നഗരങ്ങളിലെത്തുന്നു. കടുവകൾ കാടിറങ്ങുന്നു. മാരകമായ ചൂടുകൊണ്ട് സൂര്യൻ ഭൂമിയെ ചുംബിക്കുന്നു. തൊട്ടതെല്ലാം ഉരുകി ഒലിക്കുന്നു. വെടിമരുന്നുകൾ തനിയെ കത്തി മനുഷ്യജീവൻ കവരുന്നു. എല്ലാം ദുശകുനങ്ങളാണ്. ആനേറാഞ്ചുകൾ ആകാശത്ത് വട്ടമിടുന്നു. ചോരയ്ക്ക് ദാഹിക്കുന്ന പൈശാചിക മൂർത്തികൾ ചുണ്ടു നുണയുന്നു. ഇങ്ങനെ ഒരു കാലം മുമ്പുണ്ടായിട്ടില്ല. പോകുന്നതിൻ്റെ ലക്ഷണങ്ങളാണത്. ദിക്കുകളാകെ ചിറികോട്ടി നിൽക്കുകയാണ്. ഒരിറ്റു ജലം തേടി വേരുകൾ അനന്തമായ യാത്രയിലാണ്. മെയ് മാസം 4 ശേഷം ദുർനിമിത്തങ്ങൾക്ക് ശമനമുണ്ടാകുമെന്നാണ് രാശിപ്പലകയിൽ കവിട നിരത്തിയ ജ്യോതിഷികൾ പറയുന്നത്. എന്തായാലും മുഖ്യമന്ത്രി മുതൽ മന്ത്രിമാർ വരെ സകലതും കെട്ടിപ്പൊതിയുന്ന അവസ്ഥയിലാണ്. ആരും ഓഫീസിൽ ചെല്ലുന്നില്ല. പലരും ഗ്രൂപ്പ് പോട്ടം പിടിച്ച് യാത്ര പറയുന്നു. ഒരു മന്ത്രിക്കൊപ്പം കുറഞ്ഞത് 30 പേരുണ്ട് സ്റ്റാഫായി. അവർക്കെല്ലാം നമ്മളിനി പെൻഷൻ കൊടുക്കണം. അടുത്ത ടീം പ്രവേശിക്കാൻ കാത്തു നിൽക്കുകയാണ്. ശിവൻകുട്ടി മാത്രമാണ് നിത്യവും മന്ത്രി ഓഫീസിലേക്ക് വരുന്നത്. അടുത്ത ഭരണം ആർക്ക് കിട്ടിയാലും ഞാൻ തന്നെയാണ് വിദ്യാഭ്യാസ മന്ത്രി എന്ന് കരുതിയാണ് ശിവൻകുട്ടി ജീവിച്ചു വരുന്നത്. സംസ്ഥാനത്തെ സ്കൂൾ കുട്ടികൾ ഒരേ കരച്ചിലാണ്, ഞങ്ങൾക്കിനിയും മന്ത്രി അപ്പൂപ്പനെ വേണമെന്ന് പറഞ്ഞ്. ഈ മന്ത്രി അപ്പൂപ്പനെ കാണാതെ അംഗൻവാടിയിലെ കുഞ്ഞുങ്ങൾ കഞ്ഞി കുടിക്കുന്നില്ല. സ്കൂളുകളിൽ മുട്ടയവിയൽ വിളമ്പുമ്പോൾ കുട്ടികളുടെ മനസ്സിൽ മന്ത്രി അപ്പൂപ്പൻ്റെ മുഖവും താടിയും തെളിയും. മുണ്ടശ്ശേരിക്ക് ശേഷം കേരളം കണ്ട മുണ്ടുപൊക്കി മന്ത്രിയാണ് ഈ ശിവൻകുട്ടി. രഥത്തിൽ കയറി വോട്ട് പിടിക്കാൻ പോകുന്ന രംഗമൊന്ന് കാണേണ്ടതായിരുന്നു. ചെമ്പട്ടും പള്ളിവാളും പിടിച്ച് കോമരം തുള്ളുന്നത് പോലെ. ചെന്നൈയിൽ പോയി തിമിര ശസ്ത്രക്രിയ കഴിഞ്ഞ ദൈവം ക്ലിഫ് ഹൗസിൽ വിശ്രമത്തിലാണ്. പുറത്തിറങ്ങുന്നതേയില്ല. പിണറായി ദൈവത്തിൻ്റെ ചൂടാണ് സഹിക്കാൻ കഴിയാത്തത്. ഗോവിന്ദനൊന്നും അടുത്തേക്ക് പോകാറേയില്ല. താടിയുള്ള ഒരു സഖാവ് ഈ സൂര്യനരികിൽ പോകുന്നില്ല, കരിഞ്ഞു പോകും. ഒരു കണ്ണാപ്പറേഷൻ നടത്തണമെങ്കിൽ ചെന്നൈക്ക് പോകേണ്ടി വരുന്ന അവസ്ഥ. കൊള്ളാവുന്ന കണ്ണാശുപത്രി ഒന്നും കേരളത്തിലില്ലേ സാറേ? പറച്ചിലോ ആരോഗ്യ കേരളം നമ്പർ 1. ഈ തിമിരവും വെച്ചുകൊണ്ടാണ് നമ്മളെ ഇത്രകാലം ഭരിച്ചതെന്ന് ഓർക്കണം. കണ്ണുകളില്ലാത്ത കുറ്റമല്ല, കാണേണ്ടതെന്തെന്ന് അറിഞ്ഞുകൂടാ. മന്ത്രി വീണ ജോർജ് തിരഞ്ഞെടുപ്പിന് ശേഷം ഓഫീസിൽ എത്തിയിട്ടേയില്ല. ശരിക്കും നാറിപ്പോയത് ഈ വീണമന്ത്രിയായിരുന്നു. ഇങ്ങനെ കയറിയ കാലം മുതൽ ഇറങ്ങുന്നതിന് തലേന്ന് വരെ ഞാൻ സ്വയം നാറിക്കൊള്ളാമെന്ന് വീണ ജോർജ് ആർക്കെങ്കിലും വാക്ക് കൊടുത്തിട്ടുണ്ടോ? ശിവൻകുട്ടി ഓഫീസ് വിട്ട് പോകാത്തതിൻ്റെ കാരണം ഒരുപക്ഷെ തന്നെ പ്രതിപക്ഷ നേതാവാക്കും എന്ന് കരുതിയിട്ടാകണം. മേശപ്പുറത്ത് കയറുന്ന ശിവൻകുട്ടിയെ എങ്ങനെ സമാധാനിപ്പിച്ച് ഡെസ്കിൻ്റെ പുറത്തു നിന്നും താഴെ ഇറക്കും? നെഞ്ചിടിച്ച് വീണാലും ഈ ശിവൻകുട്ടി പറയും വീണതല്ല, സാഷ്ടാംഗം പ്രണമിച്ചതാ. ക്ലിഫ് ഹൗസിൽ 4 നേരവും ഇപ്പോൾ നെയ്മീനാണത്രേ. തിരുത ഇഷ്ടമായിരുന്നെങ്കിൽ KV തോമസ് അടുക്കളയിൽ നിന്നും ഇറങ്ങില്ലായിരുന്നു. കുടുംബമടക്കം ഹെലികോപ്റ്ററിലൊന്ന് കയറി ഒരു സവാരി ഗിരിഗിരി പോകണം. 4 ശേഷം കഴിഞ്ഞില്ലെന്ന് വരും. ഭരണം വിട്ടൊഴിഞ്ഞ ശേഷം പിണറായി വിജയൻ്റെയും ഫാമിലിയുടെയും അവസ്ഥ എന്താകും? എങ്ങനെ ആണ്ടിൽ 4 ടൂറ് പോകും? അകമ്പടി വാഹനങ്ങളില്ലാതെ എങ്ങനെ പുറത്തിറങ്ങും? ADGPമാരും IG ഒക്കെ കമലേട്ടത്തെ സല്യൂട്ട് ചെയ്തങ്ങ് ശീലിപ്പിച്ചു. അതുകൊണ്ട് സല്യൂട്ട് ഇല്ലാതെ പറ്റില്ല. കൊച്ചുമോനെ വിഴിഞ്ഞത്ത് തൊപ്പിയും വെപ്പിച്ച് ഒഫീഷ്യൽ മീറ്റിങ്ങിന് ഇരുത്തിയതോടെ പുള്ളിയും ഒഫീഷ്യലായി. സുഖം പഠിച്ചു. പൗരപ്രമുഖരെ എങ്ങനെ വിളിച്ചിരുത്തി ഇനി ഊട്ടുകൊടുക്കും? വീട്ടിലൊരുത്തനെയും വരുത്തി സർക്കരിക്കുന്ന ശീലം പണ്ടേയില്ല. അപ്പോൾ കയ്യിൽ നിന്നും തൊട്ടിറങ്ങും. പോകും മുമ്പ് നമ്മുടെ ഗവർണർക്ക് ഒരു അത്താഴ വിരുന്നെങ്കിലും കൊടുത്തിട്ട് വേണേ പോകാൻ. ഭരണം പോയാൽ നിർമ്മലാ സീതാരാമനെ വിരുന്നിന് വിളിച്ചാൽ വരില്ല. എന്നെ ഒന്ന് ഇൻ്റർവ്യൂ ചെയ്ത് വെളുപ്പിച്ച് തരൂ എന്ന് പറഞ്ഞാൽ മോഹൻലാൽ പോലും പിണറായി വിജയനെ തിരിഞ്ഞു നോക്കില്ല. കയറി വാടാ മക്കളെ എന്ന് പറഞ്ഞ മാപ്രകളെ വിളിച്ചാൽ പോയി പണി നോക്കാൻ അവരും പറയും. തുർക്കിയുടെ കണ്ണീരും സങ്കടവും കണ്ടാൽ സഹിക്കാത്ത മുഖ്യൻ അന്തംകമ്മികളുടെ സങ്കടം എങ്ങനെ തീർക്കും? വെറുതെ ഇരിക്കുന്ന തള്ളയ്ക്ക് കാൽപ്പണത്തിൻ്റെ താലി പോരെ എന്ന് ചോദിക്കുന്നത് പോലെ മകൾക്ക് 1 കോടി ചില്ലുവാനം മാസപ്പടി കൊടുത്ത് ശീലിപ്പിച്ച് വെച്ചു. ഇനി അതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു പോകും? ആണ്ടിൽ 4 പ്രാവശ്യം ദുബായിലേക്ക് പോകുന്ന ശീലം പണ്ടേ ഉള്ളതാണ്. വിദേശ രാജ്യങ്ങളിലേക്കുള്ള സ്റ്റാർട്ടിംഗ് പോയിന്റും ഫിനിഷിംഗ് പോയിന്റും മകൻ്റെ ദുബായിയാണ്.
ലോക കേരള സഭ കോൺക്ലേവുകൾ, മാനവീയം, എല്ലാ ഉത്സവങ്ങളും ഇനി മുടങ്ങുമല്ലോ. ഭരണം പോയാൽ അന്തങ്ങൾക്ക് പോലും പിണറായി വിജയൻ ദൈവമല്ല, കഴുകനല്ല, കണാപ്റ്റനല്ല, വെറും പിപ്പിഡീശൻ മാത്രം. മന്ത്രിമന്ദിരങ്ങളുടെയും ക്ലിഫ് ഹൗസിൻ്റെയും വാതിൽ, കട്ടള, ജനാലകൾ എന്നിവയിൽ ഉദ്യോഗസ്ഥർക്ക് ഒരു കണ്ണ് വേണം. കട്ടള ഗോപാലൻ തോറ്റുപോകും ഈ ക്രേസി കമ്മി മന്ത്രിമാർക്ക് മുമ്പിൽ. ബിരിയാണി ചെമ്പുകൾ, ഡിപ്ലോമാറ്റിക് ബാഗ് എന്നിവയൊക്കെ കേറ്ററിങ്ങുകാരുടെ വണ്ടി എന്ന വ്യാജേന കടത്തിക്കൊണ്ടുപോയി. കഴിഞ്ഞ ദിവസം ബേബി പറയുന്നത് കേട്ടു, താഴേത്തട്ടിലെ ജനങ്ങളോടും പാവങ്ങളോടും ചേർന്ന് നിൽക്കാൻ എപ്പോഴും പാർട്ടിക്ക് കഴിയുന്നുണ്ടെന്ന്. പോകുന്നതിന് മുമ്പ് പിണറായിയോട് പറയണം പാവങ്ങളെ നിരത്തി നിർത്തി ഒരു ഉമ്മ കൊടുത്തിട്ട് പോകണമെന്ന്. അല്ലെങ്കിൽ തന്നെ കണ്ണിൽ തിമിരമായിരുന്നല്ലോ, അപ്പോൾ പിന്നെ എങ്ങനെ 32 അടി അകലത്തിൽ നിൽക്കുന്ന പാവങ്ങളെ തിരിച്ചറിയാനാ? ഗവൺമെൻറ് ആശുപത്രികളിൽ ഔഡി കാറിൽ വരുന്ന പാവങ്ങളെ മാത്രമേ പിണറായിക്ക് പരിചയമുള്ളൂ. പാവങ്ങളുടെ ലക്ഷണം എന്താണെന്ന് ചോദിച്ചാൽ പിണറായി കൃത്യം പറഞ്ഞു തരും. ശരിക്കും കേരളത്തിലെ പാവങ്ങൾ രക്ഷപ്പെട്ടെന്ന് വേണം കരുതാൻ. പിണറായി ഒന്നുകൂടി വന്നാൽ പാവപ്പെട്ട എന്ന വാക്ക് തുടച്ചു നീക്കുമെന്നാണ് ഗോവിന്ദച്ചാമി പറഞ്ഞത്. തെരഞ്ഞെടുപ്പിന് പത്രിക കൊടുത്തപ്പോൾ പിണറായിയുടെ കയ്യിൽ 10,000 രൂപയും കമലയുടെ കയ്യിൽ 5,000 രൂപയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കണ്ണാപ്പറേഷനുള്ള കാശായിരുന്നു അത്. ഇനി ഈ മാസത്തെ ശമ്പളവും പെൻഷനും കിട്ടിയിട്ട് വേണം രണ്ടാൾക്കും കഴിയാൻ. ഇറങ്ങുന്നതിന് മുമ്പ് കുളത്തിൽ, ക്ലിഫ് ഹൗസിലെ പശുക്കളെ കുളിപ്പിക്കണം. റോബിൻ പട്ടിയും മരപ്പട്ടിയും കുളിച്ചങ്ങോട്ട് തിമർക്കട്ടെ അവിടെ. അവസാനമായി ഒന്ന് ചോദിച്ചോട്ടെ സാർ, എന്തെങ്കിലും ആഗ്രഹം ഇനിയുണ്ടോ?